ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയത്. ഉണ്ണി സാർ പറഞ്ഞതിനോടുള്ള ഒരു മറുപടിയോടെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ണി സാർ സൂചിപ്പിച്ച ബഹുമാനനായ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇവിടെ കൊച്ചിയിൽ തന്നെയുണ്ട്. അങ്ങ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു വലിയ വർഗീയവാദി കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞല്ല അദ്ദേഹം വന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിൽ ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് അത് എവിടെ വേണമെങ്കിലും കേസെടുക്കാമല്ലോ. അദ്ദേഹം സംസാരിച്ച സ്ഥലത്തുള്ള ജൂറിസ്ഡിക്ഷനിൽ മാത്രമെന്നല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഭരണഘടനാ വിരുദ്ധമെന്നല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പാടില്ല. വേറൊരാളാണ് പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇപ്പം ശരി അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേസെടുക്കാവുന്ന വകുപ്പുകൾ ഉണ്ട് എന്നാണ്. അദ്ദേഹം ഇപ്പോഴുള്ളത് കേരളത്തിലാണ്, കൊച്ചിയിലാണ്. 21-ാം തീയതി വരെ കേരളത്തിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല ഈ RSSന്റെ ദക്ഷിണ കേരള പ്രാന്തത്തിലുള്ള വിവിധ തലത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് എത്തിയിരിക്കുന്നത്. ആ ഷെഡ്യൂളിൽ നിന്ന് എന്തായാലും മാറ്റമില്ല. 21-ാം തീയതി വരെ പിണറായി വിജയൻ സർക്കാർ, ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലുണ്ട്, അല്ലാതെ BJP ഭരിക്കുന്ന ഒരിടത്തുമല്ല. അപ്പോൾ ഇത് കേസെടുക്കാൻ വ്യവസ്ഥയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാമല്ലോ, കേസെടുക്കാമല്ലോ. അതിനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. ഇന്നിപ്പോൾ 17-ാം തീയതി ആയുള്ളൂ, 4 ദിവസം കൂടി അദ്ദേഹം കേരളത്തിലുണ്ട്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ VHP വേദിയിലെ പ്രസംഗം VHPയുടെ അഭിഭാഷക സംഘടനയുടെ യോഗമാണ്. അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടേതുമായി അഭിഭാഷക സംഘടനകൾ ഉള്ളത് കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ആ രീതിയിലുണ്ട്. ഇത് VHP സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഡിസംബർ 8-ാം തീയതി ജസ്റ്റിസ് ശേഖർ യാദവ് 34 മിനിറ്റ് ആ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ആ വിഷയം എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡിന്റെ ഭരണഘടനാപരമായ ആവശ്യകത എന്നതായിരുന്നു. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ബാക്കിയുള്ള മുഴുവൻ സമയവും ശേഖർ കുമാർ യാദവ് സംസാരിച്ചത്. പക്ഷേ അതിൽ മറ്റൊരു ഹൈക്കോടതി ജഡ്ജി, അലഹബാദ് ഹൈക്കോടതിയിലെ തന്നെ ദിനേശ് പഥക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഇവിടെ ശേഖർ യാദവ് നടത്തിയ പരാമർശത്തോട് അത് അദ്ദേഹം ആ പദവിയിലിരുന്ന് നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് ആ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്ത ഡിസംബർ 2-ാം വാരത്തിലെ ചർച്ചയിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിലപാട് മാറ്റുന്ന ആളല്ലാത്തതുകൊണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ ജനതയുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതെനിക്കറിയില്ല, അത് ഓരോരുത്തരുടെയും താല്പര്യമല്ലേ. എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. അല്ല, ഉണ്ണി സാർ തർക്കിക്കണമെങ്കിൽ തർക്കിച്ചോ. ഞാൻ പറയാനുള്ളത് എനിക്ക് എന്റെ കാര്യത്തിൽ അതെനിക്കറിയില്ലല്ലോ. അറിയാൻ വയ്യാത്തൊരു ഫോറത്തിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന ഫോറത്തിലെ ആളുകളുടെ ഇന്റഗ്രിറ്റി കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്താണ് താങ്കൾക്ക് വ്രണപ്പെട്ടത്? മോഹൻ ഭാഗവത് കേരളത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല. മോഹൻ ഭാഗവത് കേരളത്തിലുണ്ട്. പിണറായി വിജയൻ സർക്കാരിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് താങ്കളെ പ്രകോപിപ്പിച്ചത്. അതിന് നിലപാട് മാറ്റുന്ന ആളല്ല. ഞാൻ എന്റെ കാര്യമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലല്ല, അങ്ങനെ പറയണ്ട. താങ്കളൊരു വ്യക്തിയാണ്. വ്യക്തിപരമായി പറയാൻ പറ്റില്ല. അത് കൊള്ളാം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള വ്യക്തിപരമായ നിലപാട് ഒരു മിനിറ്റ് സുജയ്ക്ക് സുജയുടെ അഭിപ്രായം പറയാം, എന്റെ നിലപാട് ഇതാണെന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാട് സ്മൃതി പരുത്തിക്കാടിന്റെ നിലപാട് ഒരാളുടെ വ്യക്തി പറയണ്ട. എനിക്ക് അങ്ങനെ ഒരു നിലപാട് മാറ്റുന്ന രീതി ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കി നിലപാട് മാറ്റുന്ന രീതി ഉണ്ട് എന്നൊരു വ്യാഖ്യാനം കാര്യമാണ്. പറയാൻ പറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല. ചർച്ചയിലില്ല. ഇല്ല, ഞാൻ നിങ്ങളുടെ തിട്ടൂരമനുസരിച്ച് ഞാൻ പറയട്ടെ, ഞാനിപ്പോ പറയാണ്, ഞാൻ ആരുടെ ഒന്നും കൈക്കൂലി വാങ്ങിച്ചും ഞാൻ ആരുടെയും ശുപാർശയ്ക്ക് അനുസരിച്ചും ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല. ബാക്കിയുള്ള ആളുകളുടെ കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ല. ബാലകൃഷ്ണൻ സാർ എന്താണെന്നുള്ളത് ജനം ജഡ്ജ് ചെയ്യും. അല്ല, അതൊക്കെ ജഡ്ജ് ചെയ്തോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനകത്തൊന്നും എല്ലാവരെയും ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുക്കവുമല്ല. നമുക്ക് ചർച്ച തുടരാം. ആരും ആരുടെ അഭിപ്രായം വാല് പിടിക്കേണ്ട, അവനവന്റെ സ്വന്തം അഭിപ്രായം പറയാം. അതിനൊന്നും തന്നെ കുഴപ്പമില്ല. അതാണല്ലോ ഈ വേദിയുടെ പ്രത്യേകതയും. നമ്മുടെ ഈ ചർച്ചാ വേദിയുടെ പറയൂ, നിങ്ങൾ പറയുന്നത് കേട്ടേ. സുജയുടെ അഭിപ്രായം തന്നെയാണ് സുജയ പറയേണ്ടത്. നമ്മൾ ആരും അഭിപ്രായം പറയാം. പക്ഷേ ബാക്കിയുള്ള
മറ്റുള്ളവർക്ക് നിലപാടില്ല എന്ന രൂപത്തിൽ ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ റീഡ് ചെയ്തതാണ്. അങ്ങനെ സംശയം ചോദിച്ചോട്ടെ. സുജയ പറഞ്ഞു 8-ാം തീയതി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ അങ്ങനെ എന്റെ നിലപാടുകൾ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. 8-ാം തീയതി ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞ നിലപാട് മാറ്റിയോ? അല്ല, കണ്ടസ്റ്റ് ചെയ്യല്ല. അതിനകത്ത് സംശയം 8-ാം തീയതി പറഞ്ഞ അഭിപ്രായം ഞങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായം എട്ടാം തീയതിയിലെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ആരും മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ അത് കണ്ടസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു 8-ാം തീയതിയിൽ എൻ്റെ നിലപാട് ഇതായിരുന്നു, അതിനകത്ത് ഞാൻ മാറ്റം പറ്റിയിട്ടില്ല. സുജിത് പറഞ്ഞില്ല. ഞാൻ 8-ാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് 8-ാം തീയതിയിലെ നിലപാടിൽ എൻ്റെ മാറ്റം വരുത്തിയില്ല. 8-ാം തീയതി നിലപാടും കൂടെ പറഞ്ഞു പോയിക്കോളൂ. അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മാറ്റിയ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റിയ പറഞ്ഞ പ്രസ്താവന ശരിയല്ല എന്നതായിരുന്നു എന്റെ നിലപാട്. അതിന്റെ കൂടെ മറ്റുള്ളവരുടെ നിലപാട് പോലെ പറയണ്ട. പിന്നെ ചർച്ചയിൽ ഒരാളെ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മറുപടി പറയണ്ട. സുജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സുജയ പറയുക. ഞാൻ ഒരിക്കലും ആയിക്കോട്ടെ, സുജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ എന്നെ അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടല്ല സുജയുടെ. സുജയുടെ നിലപാടെന്ന് പറഞ്ഞു, അതെനിക്കെതിരായിക്കോളും ഒരു കുഴപ്പമില്ല. ഇപ്പൊ സുജയും ഞാനും ഒരേ അഭിപ്രായം പങ്കുവെക്കുന്നേ ഇല്ല. സുജയും ഞാനുമായിട്ട് പറഞ്ഞ ഒരു അഭിപ്രായവുമായും യോജിച്ചു പോകുന്ന നിലപാടല്ല എന്റെ. അത് പറഞ്ഞു അങ്ങനെയല്ലേ, അതിനെയല്ലേ ചർച്ച നമ്മൾ പറയുന്നത്. ഇല്ലെന്നേ ഒരു അസ്വസ്ഥതയില്ല. വ്യക്തത വരുത്താനൊന്നുമില്ല. ഞാൻ വ്യക്തമായ കാര്യം തന്നെയാണ് ഇവിടെ പറയാറുള്ളത്. അപ്പോൾ ഭൂരിപക്ഷ താല്പര്യമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഭൂരിപക്ഷ താല്പര്യം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് അദ്ദേഹം ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടി, അതിലേക്ക് ഇനിഷ്യേഷൻ, അതൊക്കെ നടക്കുന്നു നമ്മൾ. പക്ഷേ അത് എത്രത്തോളം പോകുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവർ ഇടപെട്ടത് കൊണ്ടാണ്, പ്രേക്ഷകർ ക്ഷമിക്കുക, ഞാൻ ആ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് എനിക്ക് എത്തേണ്ടതുമുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയ്ക്കല്ല താൻ സംസാരിക്കുന്നത്, മറിച്ച് ഭൂരിപക്ഷക്കാർക്കനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ കാര്യമായാലും സമൂഹത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ സന്തോഷമാണ് പരിഗണിക്കപ്പെടുക. ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം കൂടി അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു എന്ന് തന്നെയാണ്. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ എന്നുള്ള ആ മുദ്രാവാക്യം അദ്ദേഹം പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ ഇപ്പോൾ കൊളീജിയം വിളിച്ച് വിശദീകരണം ചോദിച്ചാലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ശേഖർ കുമാർ യാദവ് പറയുകയാണ്. അതിൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗം, കട്മുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം, അവർ ഈ രാജ്യത്തിന് അപകടമാണ്, അതൊരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന് പറയാം, ഒരു BJP-കാരന് പറയാം, ഒരു RSS-കാരന് പറയാം, അവരങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ അന്നും എടുത്ത നിലപാട്, അതാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ഇടപെട്ടത്. ഇനി ഈ മൃഗങ്ങളെ കൊല്ലുന്നത് കണ്ട് വളരുന്ന ആളുകളെല്ലാം കൊലപാതകികളാകും, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ടേക്ക് ആ വിഷയത്തിൽ അദ്ദേഹം എടുത്തത് ശരിയല്ല എന്നതും എൻ്റെ അഭിപ്രായമാണ്. പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡും നടപ്പാക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ടേക്ക്. അതിൽ തുടരും, ആ അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല എന്നതാണ് ആ വിഷയത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണ കുറിപ്പ് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ആ വിശദീകരണ കുറിപ്പിലും അത് തന്നെയാണ് പറയുന്നത്. ജസ്റ്റിസ് ശേഖർ യാദവിൻ്റെ മുൻകാല പ്രസ്താവനകൾ, മുൻകാല വിധിന്യായങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഇവിടെ പലപ്പോഴും പരാമർശിച്ച് കേട്ടു. അദ്ദേഹത്തെ ഒരു വിദ്വേഷ പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ന്യായാധിപൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവോ എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന തരത്തിൽ ഇവിടെ ആൻഡ്രോ സാർ സൂചിപ്പിച്ചു. യജ്ഞം നടക്കുന്ന സമയത്ത് പശുവിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം അടക്കമുള്ളവ അങ്ങ് ഇവിടെ ഉദ്ധരിച്ചതോടെ ഞാൻ അതിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് ഒരു ആചാരമാണ്, അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പഞ്ചഗവ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കേവലം ചാണകത്തെക്കുറിച്ച് മാത്രമല്ല, പഞ്ചഗവ്യം എന്ന് പറയുന്നത്
പറയുന്നത് പശുവിന്റെ പാലും തൈരും നെയ്യും ഗോമൂത്രവും ചാണകവും ഈ 5 സാധനങ്ങൾ ചേരുന്നതാണ് പഞ്ചഗവ്യം. ആ പഞ്ചഗവ്യത്തെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ആ വിധിയിൽ സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. ആ വിധിന്യായത്തിന്റെ ഭാഗങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലയിടങ്ങളിൽ പ്രാദേശികമായി ചില വൈദ്യന്മാരൊക്കെ കൊടുക്കുന്ന മരുന്നുകളായും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ വിധിന്യായത്തിൽ റെഫർ ചെയ്തത്. അതുകൊണ്ട് മാത്രം അദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു ന്യായാധിപനായി മാറുന്നു എന്നുള്ള ഒരു പൊതുവൽക്കരണത്തോട് എന്തായാലും എനിക്ക് താല്പര്യമില്ല. ഇതിലിപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ കൊളീജിയത്തിന് മുൻപാകെ ഹാജരായപ്പോൾ ഈ പൂർണ്ണരൂപം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഒക്കെ കൊളീജിയം ശേഖരിച്ചതാണ്. മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയതാണ്. അതായത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിശദമായിട്ടുള്ള വിശദീകരണങ്ങളെല്ലാം കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. യജ്ഞങ്ങൾ നടത്തുന്ന സമയത്ത് പശുവിൻ പാലിൽ നിന്നുണ്ടാകുന്ന നെയ്യ് ഉപയോഗപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു ആചാരമാണെന്നും ഇത് സൂര്യപ്രകാശത്തിന് പ്രത്യേകം ഊർജ്ജം നൽകുന്നു, ഇത് ആത്യന്തികമായി മഴയ്ക്ക് കാരണമാകുന്നു. ഉത്തരവിൽ ജഡ്ജി പറയുന്ന കാര്യമാണ്. പശുവിൻ്റെ പാല്, നെയ്യ്, തൈര്, മൂത്രം, ചാണകം കൊണ്ട് നിർമ്മിക്കുന്ന പഞ്ചാംഗം പഞ്ചഗവ്യം ഭേദമാകാത്ത നിരവധി രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഇത് കോടതി എന്ന് പറയുന്നത് ഒരു പശുവിൻ്റെ ജീവിതകാലത്ത് 400-ലധികം മനുഷ്യർക്ക് പാൽ നൽകണം, എന്നാൽ അതിൻ്റെ മാംസം 80 പേർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ പറയുന്നതാണ് വിധി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന് പശുവിൻ്റെ പാലിൽ നിന്നാണ് ഊർജ്ജം കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന ജഡ്ജിയെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? ഒരു വിധി പ്രസ്താവനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇനി ഇന്ത്യ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഇതൊരു ചോദ്യത്തിന് സംസ്ഥാനം ഉത്തർപ്രദേശ്, രാജ്യം ഇന്ത്യ. ഈ ബീഫ് കയറ്റി അയക്കുന്ന കമ്പനികൾ ആരുടേതൊക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആയ ആളുകളെ ഉദ്ദേശിച്ച് നിങ്ങൾ പറയുന്നത് RSSനെതിരാണ്, BJPക്കെതിരാണ് നിലപാട്. നരേന്ദ്രമോദി മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. 240 സീറ്റാ. പിന്നെ നിതീഷ് കുമാറും പിന്നെ ചന്ദ്രബാബു നായിഡും കൂടെ 450 സീറ്റ്. എന്ന് പറഞ്ഞിട്ട് വാദവും നിർത്തി. എന്തായാലും കൂട്ടുചേർന്ന് ഇത്രയും എതിർത്തിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഭരിക്കുന്നില്ല, ഒറ്റയ്ക്കല്ലോ എന്ന് മാത്രമല്ല BJP എന്ന് പറയുന്നുമില്ല നരേന്ദ്രമോദി. മാത്രമല്ല BJPയുടെ ഒരു സമ്മേളനം വിളിച്ചു. നരേന്ദ്രമോദി എന്ന പേരെങ്കിലും പറയുന്നുണ്ടല്ലോ. അത് ഇന്ത്യയുടെ സമ്മേളനം വിളിച്ചേ. BJP എംപിമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചില്ല കേട്ടോ. NDA ആണ് വിളിച്ചത്. അതൊരു മുന്നണിയാണ്. ഇന്ത്യ മുന്നണി എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വെച്ച് തങ്ങിയതിനെ കുറിച്ചൊക്കെ പറ. 4 വശത്തേക്ക് ചിതറുകയാണ്. ആം ആദ്മി പാർട്ടി എന്താ പറഞ്ഞത്? BJPയും കോൺഗ്രസും ഒന്നാണെന്ന്. അതൊക്കെ ഒന്ന് ആദ്യം സെറ്റിലാക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിലാണല്ലോ. അല്ല, അങ്ങയുടേതാണല്ലോ ഇന്ത്യ മുന്നണി. അല്ലല്ല, നമുക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പതിച്ചാൽ അങ്ങനെ പതിച്ചോട്ടെ, അതും കുഴപ്പമില്ല. ഇപ്പൊ ഇന്ത്യ മുന്നണി രാജ്യത്തെ മനോഹരമായ മുന്നണിയാണെന്ന് മാത്രമല്ല ഏറ്റവും നല്ല മുന്നേറ്റവും അവരുണ്ടാക്കി. അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വയനാട്ടിൽ ലീഗ് ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം. അങ്ങനെയൊന്നുമല്ല, അത് എല്ലായിടത്തും മുന്നണി രാഷ്ട്രീയമല്ലേ ഉള്ളത്. ആ മുന്നണി രാഷ്ട്രീയത്തിലല്ലേ? അതാണ്, എല്ലായിടത്തും മുന്നണി രാഷ്ട്രീയമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് NDAയും. അത് വരുമ്പോഴത്തേക്ക് NDA ആണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കില്ല, BJP ആണെങ്കിൽ അംഗീകരിക്കില്ല. ഇന്ത്യ മുന്നണി സുന്ദരമായ മുന്നണി, അതിലെ ഓരോ കക്ഷിയും സുന്ദരമായ കക്ഷി. ഈ രാജ്യം ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, സത്യമല്ല. അപ്പൊ പിന്നെ സാമാന്യ ബോധമുള്ള ആള് അല്ല, കുറഞ്ഞ വർഷം സാമാന്യ ബോധമുള്ള ഒരാളായിട്ടെങ്കിലും കാണണം. സാമാന്യ ബോധമുള്ള ഒരാളായിട്ടെങ്കിലും ഒരുപാട് ആശിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി വീണ്ടും വരാതിരിക്കാൻ. എന്തോ നടന്നില്ല. ആ നിരാശ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എനിക്കൊരു നിരാശയില്ല, സന്തോഷമല്ല. കാരണം വെച്ചാൽ ഇന്ത്യയിലെ ജനത 240 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് BJPയെ ചുരുക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അപ്പോൾ അത് വലിയ നേട്ടമായിട്ട് അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ എത്തിച്ചില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല, ഭാവി പ്രധാനമന്ത്രിയായി ഇപ്പോഴും ഇപ്പുറത്തിരിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. അത് ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും ഞാൻ പറയത്തില്ല. പ്രതിപക്ഷം അത് ഉറപ്പില്ല. ഭാവി പ്രധാനമന്ത്രി ഞാൻ പറയത്തില്ല. അതെന്ത് കാര്യത്തിനാ? ഞാൻ
എന്നെ സംബന്ധിച്ചിടത്തോളം BJPയും BJP പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനും എതിരാണ്. അത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാന്ന് അംഗീകരിക്കാത്ത ഒരാളാണ് ഞാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം? അത് കാണാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഇന്ത്യ ഭരിക്കുന്ന മുന്നണിയല്ലേ ഇനിയിപ്പോൾ ഈ മുന്നണി കൊണ്ടുവന്ന ഈ കൊളീജിയം വിളിച്ചു വരുത്തുന്നു, അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് നടക്കുമോ എന്നുള്ളതാണ്. ഇംപീച്ച്മെന്റ് ഇനിയിപ്പോൾ 3 സമിതിക്ക് വിടണം, പ്രമേയം പാസ്സാകണം, അതൊന്നും നടക്കില്ല എന്ന് അങ്ങ് തന്നെ പറയുന്നത് കൊണ്ട് അതേക്കുറിച്ച് വലിയ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഇതിലെന്താണ് ഈ ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് CJMR കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതി ചീഫ് ജസ്റ്റിസിന് മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുത്തിരിക്കുന്ന കത്ത് അവിടെ മുന്നിലുണ്ട്. ഇതിലൊക്കെ തുടർ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതിനെ കുറിച്ചൊന്നും അങ്ങും പറഞ്ഞു കേട്ടില്ല. ഡിസംബർ 8 ഉണ്ടായ പ്രസംഗമാണ്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജനുവരി 17 എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു വേഗം ഉണ്ടാകുന്നില്ല എന്നതും ഒരു വിഷയം തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു ശേഖർ കുമാർ യാദവ് മാത്രമാണോ RSSനെയും നരേന്ദ്രമോദിയെയും അങ്ങ് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിനെയും ഒക്കെ സ്വീകരിച്ച് നിൽക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ കറക്റ്റാ പറയാറുള്ളത്. വേഗത്തിൽ ഈ നടപടികൾ നടക്കാതിരിക്കുന്നത് സ്വാധീനത്തിലാണെന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ട് കൊളീജിയത്തിൽ നിന്ന് ഇതിൽ കൃത്യമായ ഒരു തുടർ നീക്കം ഉണ്ടാകുന്നില്ല? അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്. ഉണ്ടായി സുജയ. ജനുവരി 9 ഒരു ഇനിഷ്യേഷൻ നടത്തുകയും അവർ അതിന്റെ ഭാഗമായിട്ട് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബെൻസാലിൽ നിന്ന് ഇതിന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യം ഈ പ്രൊസീജിയർ ഒന്നും എടുപിടിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ ആ ഇൻഹൗസ് ഇൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ ഭൻസാലി ശേഖർ യാദവിനോട് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയിൽ എന്താണ് പറഞ്ഞത്? എന്റെ പ്രസംഗം ഒരു മതവിഭാഗത്തെയും അവഹേളിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയാണ്? സമൂഹത്തിൽ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കാം. അദ്ദേഹം ഞാൻ പറയട്ടെ, ഞാൻ എന്താ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തള്ളിപ്പറയുന്ന, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേറെ അങ്ങനെ വ്യാഖ്യാനിക്കും വേണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉണ്ണിസാർ പറഞ്ഞതുപോലെ ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ, അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു മതത്തെ സ്പെസിഫൈ ചെയ്ത തരത്തിൽ ഒരു പരാമർശം നടത്താൻ പറ്റുമോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല. പറയുന്നത് ഒരു ജഡ്ജിയാണ്. ഭരണഘടനയെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുണ്ടാകേണ്ട ഒരു ജഡ്ജി പറയുന്നു, ഞാൻ പറഞ്ഞതിൽ അങ്ങനെയില്ല, ഭരണഘടനാ വിരുദ്ധമായിട്ടല്ല ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം അടുത്ത മറുപടിയിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ജഡ്ജിമാരെ പ്രതിരോധിക്കേണ്ടത് ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയിലെ മുതിർന്ന അംഗങ്ങളുടെ കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് മറ്റ് ജഡ്ജിമാരുടെ അഭിപ്രായം എന്താണ്? ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും പെടുമല്ലോ, കേരളത്തിൽ നിന്നടക്കമുള്ള എല്ലാവരും പെടുന്നതാണല്ലോ ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ. അതിൽ എന്തുകൊണ്ടാണ് കൂടുതൽ അഭിപ്രായങ്ങൾ വരാതിരിക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസ്, അവരുടെ പോലും അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് കാണുന്നില്ല? മാത്രമല്ല, ഇത് എവിടെയാണ് വേറൊരിടത്ത് സജീവ ചർച്ചയായി നിൽക്കുന്നത്? ഈ പരാമർശങ്ങൾ എവിടെയാണ് സജീവ ചർച്ചയായി? മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വനിതയുണ്ട്, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവർ വന്നിട്ട് ദേശീയ മാധ്യമങ്ങളിൽ തന്നെ വന്ന് പറഞ്ഞത് ഇങ്ങനെ തുടരാൻ അനുവദിക്കരുത് എന്നാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് മാത്രമല്ല അവർ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം മണിപ്പൂരിലെ ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിൽ ഈ കലാപത്തിനിടയാക്കിയത് അന്നത്തെ അവിടുത്തെ ഒരു ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് ആണല്ലോ. ആ ജഡ്ജ്മെന്റിൽ നിന്നാണല്ലോ സംവരണവുമായി ബന്ധപ്പെട്ട കലാപം ഉണ്ടാകുന്നത്. ആ ജഡ്ജി അവിടുന്ന് സ്ഥലം മാറ്റി, അവിടുന്ന് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ആ രീതിയിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പഴയ ജഡ്ജിമാർ തന്നെ ഇത്തരത്തിലൊരു ജഡ്ജി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേശീയ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയുടെ പൂർണ്ണമായ ഒരു എതിർപ്പ്, ഇങ്ങനെ പറഞ്ഞ ഈ ജഡ്ജ് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ അസോസിയേഷനുകൾ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ബാർ അസോസിയേഷൻ കേസ് കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ ഇരിക്കുമ്പം ഏറ്റവും രാജ്യത്തെ ഇന്ദിരാ ജയ്സിംഗ് അടക്കമുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകർ കൊടുത്തിരിക്കുന്നു. അതായത് അഭിഭാഷകരുടെ, അതുപോലെ തന്നെ പ്രശാന്ത് ഭൂഷൺ എല്ലാവരും ബഹുമാനിക്കുന്ന റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹമാണ് ആദ്യം ഇതിൽ ഇടപെടുന്നതും ഇക്കാര്യം ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതും ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുന്നതും അദ്ദേഹമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. ചെയ്യേണ്ടത് എവിടെയാണ്? ഇംപീച്ച്മെന്റിലൂടെയാണ് പുറത്താക്കേണ്ടത്. അതിനായി പ്രമേയം കൊണ്ടുവരണം, പ്രമേയം പാസ്സാക്കണം, അതിനനുസരിച്ച് വേണം അദ്ദേഹത്തെ പുറത്താക്കാൻ. അതുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ശേഖർ കുമാർ യാദവിന് വ്യക്തമായി അറിയാം എന്നതാണ് അദ്ദേഹം ഈ അഭിപ്രായം ആവർത്തിക്കുന്നതിലൂടെ എനിക്ക് ബോധ്യപ്പെടുന്നത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അത് കറക്റ്റാ.
ശരിയാണല്ലോ? 100% ശരിയാ. കാരണം അതാണ് ഇവിടെ കൊളീജിയത്തിന് അധികാരമില്ല. അതെ. കോൺസ്റ്റിറ്റ്യൂഷണലി കൊളീജിയത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശാസിക്കാം എന്നുള്ളതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. റിപ്പോർട്ട് കൊടുക്കാം, ഗവൺമെന്റിനോട് പറയാം നടപടി സ്വീകരിക്കണം. പക്ഷേ അപ്പോഴും നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർലമെന്റ്. അതുകൊണ്ട് ഇപ്പോൾ ശേഖർ കുമാർ യാദവിന് അറിയാം തനിക്ക് 1 വർഷം കൂടിയുള്ള ആ 1 വർഷത്തിനിടയിൽ ഇതൊന്നും പാസ്സാക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മറുപടി കൊടുത്തത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. അതിന് മുൻപ് തന്നെ നിങ്ങളൊക്കെ പറയട്ടെ പൂർത്തിയാക്കട്ടെ. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്ന ഇടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഭരണഘടനാ പരമായി നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ പാർലമെന്റിൽ കഴിയണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകൂ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇനി RSS മേധാവി മോഹൻ ഭാഗവതിലേക്ക് വരാം. മോഹൻ ഭാഗവത് പറഞ്ഞത് എന്താണ്? അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യക്ക് ശരിയായ സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് അത് പ്രതിഷ്ഠാ ദ്വാദശി എന്ന പേരിൽ ആഘോഷിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ വേറെ ആരെയെങ്കിലും ഹർട്ട് ചെയ്യുന്ന തരത്തിൽ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ, ഞാൻ കേസിനെ കുറിച്ചല്ല പറയുന്നത്, കേസിനെ കുറിച്ചുള്ളത് എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ ഈ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റോ എന്തെങ്കിലും ആ ഭാഗത്ത്, ആ പ്രതിഷ്ഠാ നിർമ്മാണം നടന്നയിടത്ത്, ക്ഷേത്രം പണിതയിടത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമോട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്വത്തെ ഉയർന്നെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായി നിലനിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് 5000 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളെക്കാൾ പ്രധാനം ജനങ്ങളുടെ ഉപജീവനമല്ലേ എന്നുള്ള മറുചോദ്യം വരും. ആ മറുചോദ്യത്തോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഗരീബി ഹഠാവോ, ഈ മുദ്രാവാക്യമൊക്കെ മുഴക്കിയിട്ട് സോഷ്യലിസം ഒക്കെ കൊണ്ടു നടന്നിട്ട് ഈ പ്രത്യയശാസ്ത്രമൊക്കെ സൂക്ഷിച്ചിട്ട് രാജ്യം എവിടെ വരെ എത്തിയെന്നുള്ള മറുചോദ്യം ചോദിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് മോഹൻ ഭാഗവത്. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെയാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിലേക്ക്, ഭാരതീയമായ ആ പാരമ്പര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് പറയാൻ RSSന്റെ മേധാവി എന്ന നിലയിൽ അവരുടെ ആശയം എന്താണ്, അവർ പിൻപറ്റുന്ന ആദർശം എന്താണ്, അതിനനുസൃതമായ ഒരു പ്രസ്താവനയാണ് മോഹൻ ഭാഗവത് നടത്തിയത്. അത് ഉണ്ണിസാർ എതിർത്തത് കൊണ്ട്, ഉണ്ണിസാറാണല്ലോ ആ വിഷയം തുടങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പേര് ഉപയോഗിക്കുന്നത്, വിയോജിപ്പില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഉണ്ണിസാർ പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായം അദ്ദേഹം മാറ്റാൻ പോകുന്നില്ല, RSS മാറ്റാൻ പോകുന്നില്ല. അങ്ങേക്ക് എതിർക്കാം, പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡോക്ടർ മോഹൻ ഭാഗവത് ആ അഭിപ്രായം മാറ്റാൻ പോകുന്നുമില്ല. അല്ല, അതിനകത്തൊരു പ്രശ്നം എന്താ അറിയാം സുജയ, ഒറ്റ കാര്യമുള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങളും മനുഷ്യരുടെ കൊലപാതകത്തിനും വഴിവെച്ചൊരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഗോധ്ര തീവണ്ടിയിലെ കർഷകരെ കൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംസ്ഥാനം നിന്ന് കത്തിയത് അല്ലേ? നമ്മൾ ഈ ഗർഭിണിയുടെ വയറ് പിളർന്ന് കുന്തത്തിൽ ഭ്രൂണത്തെ പൊക്കിയെടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ കുത്തിയെടുക്കുന്ന അതെ അത് ഉയർത്തിപ്പിടിച്ച ഒരു അത്രയും വലിയ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ്. ഞാൻ പറഞ്ഞല്ലോ കേസ് വരെയുള്ള കാര്യം അവിടെ, ഞാൻ ക്ഷേത്ര നിർമ്മാണ വേളയിൽ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഒരു ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന് തലക്കല്ലിട്ടിട്ട് അവിടുന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നമല്ല അത് ക്ഷേത്രം അവിടെ രാമനെ അവിടെ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് അവസാനിക്കുന്ന ഒരു അധ്യായവുമല്ല അത്. ഒരിക്കലും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനുള്ള പങ്ക് തള്ളിക്കളയാനും കഴിയില്ല. അയ്യോ, സംശയമില്ല. 1992 ഡിസംബർ 6 തീയതി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നരസിംഹറാവു സർക്കാർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നരസിംഹറാവു സർക്കാർ അതിന് നിശബ്ദ സാക്ഷിയായിരുന്നു. ഇല്ല, നടക്കുമായിരിക്കും, ചിലപ്പോൾ അത് നടക്കില്ലായിരിക്കും. ഇപ്പൊ കല്യാൺ സിംഗ് അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അന്ന് ആവശ്യപ്പെട്ടത് വലിയ ഫോഴ്സിനെ അങ്ങോട്ട് വിടണമെന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്നും ചെയ്തില്ല. നരസിംഹറാവു ഒരു കാര്യം ചെയ്തത് മാത്രമല്ല, നിലപാടെടുത്തത് ലാലു പ്രസാദ് യാദവും ബാക്കി മുലായം സിംഗ് യാദവ് അടക്കമുള്ള മറ്റ് സോഷ്യലിസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വേറെ കാര്യം കൂടി പറയാം. ഈ പറയുന്ന നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഈ ആരാധനാലയ നിയമം കൊണ്ടുവരുന്നത്. ആരാധനാലയ നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ്? 1947 ഓഗസ്റ്റ് 15 തീയതി ഓരോ ആരാധനാലയങ്ങളും എന്തായിരുന്നു അതിൻ്റെ തൽസ്ഥിതി തുടരണം എന്നാണ് ആരാധനാലയ നിയമം SB ചവാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പാർലമെൻറ്റ് അവതരിപ്പിച്ചത്. ഒരു കാര്യത്തിനകത്ത് മാത്രമാണ് ആ ബില്ലിൽ പ്രത്യേകമായ പരാമർശം ഉണ്ടായിരുന്നത്, അതിൽ അയോധ്യ ഉൾപ്പെടുത്തിയിട്ടില്ല. നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന ബില്ലാണ് ഞാൻ ഈ പറയുന്നത്. ഏത് വിഷയത്തിൻ്റെ മേലാണോ ഈ പറയുന്ന ആരാധനാലയ നിയമം കൊണ്ടുവന്നത്, ആ പ്രധാനപ്പെട്ട വിഷയത്തെ അഭിസംബോധന ചെയ്യാത്ത ബില്ലാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിനകത്ത് പങ്കുണ്ട്, ഒരു സംശയമില്ല, കോൺഗ്രസ് നിശബ്ദ സാക്ഷികളായിരുന്നു. പക്ഷേ രാമജന്മഭൂമി എന്ന് പറയുന്നതിൻ്റെ ആ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്. രാജ്യത്തുടനീളം വലിയ കലാപമായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ കൂടെ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ
ആ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അങ്ങനെ ശരിയല്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല. 1947 Political independence. വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശരിയായി, ഇപ്പോഴാണ് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ സുജിയ? അല്ല സുജിയ, ഇപ്പോഴാണ് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറയട്ടെ, അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞതാണ് വിദേശ ആധിപത്യത്തിന് മേൽ ഭാരതത്തിന്റെ പരമാധികാരം വിജയം നേടിയതിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം എന്നുള്ളത്. RSSന്റെയും ഡോക്ടർ മോഹൻ ഭാഗവതിന്റെയും ഒക്കെ പ്രഖ്യാപിത നിലപാടാണ്. അത് ആവർത്തിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, അത് ഞാൻ തിരക്കൂട്ടില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനും സുജിയായിട്ടാണല്ലോ സംസാരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1947 ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ, ജാലിയൻ വാലാബാഗ് അടക്കമുള്ള വലിയ രക്തസാക്ഷിത്വങ്ങളുണ്ടായി. ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവൻ ത്യജിച്ച് പട്ടിണി കിടന്ന് ഒരു രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നു. ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്, അത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നമ്മളെങ്ങനെ കാണുന്നു? ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർ അനുഭവിച്ച പീഡനങ്ങൾ നമ്മളെങ്ങനെ കാണുന്നു? അതൊക്കെ ഒരു വലിയ വിഷയമല്ല. അതൊന്നും അണ്ടർമൈൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണ്. Meet the editors.